ഇന്ന് നമ്മളിവിടെ ഒരു സ്ട്രെയിറ്റ് പാൻസിൻ്റെ കട്ടിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അതിനെ ഇതുപോലെ രണ്ടായിട്ട് ഇതുപോലെ നിവർത്തി വയ്ക്കാം. രണ്ട് ലെയറായിട്ടാണ് ഇങ്ങനെ നിവർത്തി വെച്ചിരിക്കുന്നത്. എന്നിട്ട് താഴെ ഭാഗത്ത് അൺഈവനായിട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് താഴെ ഭാഗത്തായിട്ട് മടക്കി തയ്ക്കാനുള്ള ഒരു 3 ഇഞ്ച് നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് മാർക്ക് ചെയ്തിടാം. താഴെ ഭാഗത്ത് ഒരു 3 ഇഞ്ചാണ് നമുക്ക് മടക്കി തയ്ക്കാനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 2.5 ഇഞ്ച് മാർക്ക് ചെയ്താലും മതി. തുണി കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 2.5 ഇഞ്ചാണെങ്കിലും മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കൊന്ന് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗം. ഇനി അവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത് അതിനേക്കാൾ 1 ഇഞ്ച് കുറവായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കാരണം 1.5 ഇഞ്ച് നമുക്ക് ബാൻഡ് വരുന്നുണ്ട്. അപ്പോൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് അവിടെ ഒരു 1/2 ഇഞ്ച് ആവശ്യമുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് 1 ഇഞ്ച് നമുക്ക് കുറവായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ അവിടെ ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഹിപ്പിൻ്റെ അളവ് ഒന്ന് എത്രയാണെന്ന് നോക്കാം. 38.5 ആണ് ഇവിടെ ഹിപ്പ് അളവ് വരുന്നത്. അപ്പോൾ അതിനെ 4ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്ത ശേഷം അതിനോടുകൂടി ഒരു 2 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ അളവാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഹിപ്പ് എത്രയാണോ നമുക്ക് ഹിപ്പിൻ്റെ അളവ് വരുന്നത് അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് അതിനോടുകൂടി ഒരു 2 ഇഞ്ച് കൂടി കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 11.25 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഒരു 12 ഇഞ്ചായിട്ട് തന്നെ ഞാനതിനെ കണക്ക് കൂട്ടിയിട്ട് മുകളിലായിട്ട് 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് 12 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തത്. അതുപോലെ തന്നെ താഴേക്കും ക്രോച്ചിൻ്റെ ലെങ്ത്തും 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കണം. ഇനി അവിടെ നിന്ന് പുറത്തേക്കായിട്ട് ഒരു 2.5 ഇഞ്ചും എൽ ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ട് ലൈൻ വരയ്ക്കണം. വീഡിയോ മിസ്സായി പോയതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ മുകളിലൂടെ വരയ്ക്കുന്നത്. അതിനുശേഷം നമുക്ക് ആ ഭാഗത്തെ ഒരു സെൻറ്റർ ഭാഗം കാണാൻ വേണ്ടിയിട്ട് ടേപ്പിനെ ഇതുപോലെ ഒന്ന് മടക്കി പിടിച്ചിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതാണ് സെൻറ്റർ ഭാഗം. ഇതേ സെയിം സെൻറ്ററായിട്ടുള്ള അതേ അളവ് തന്നെ താഴെ ഭാഗത്ത് പാദം വരുന്ന ഭാഗത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. സൈഡിൽ നിന്നും അകത്തേക്ക് സെൻറ്റർ ഭാഗം എത്രയാണെന്ന് വെച്ചാൽ നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ വണ്ണം വരുന്ന ഭാഗം നമുക്ക് ഒരു 3.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കാം. മടക്കി തയ്ക്കുന്ന ഭാഗത്ത് 3.5 ഇഞ്ച് വീതം 2 സൈഡിലേക്കായിട്ട് സെൻറ്റർ ഭാഗത്തൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കാം. അവിടെ നിന്നും 2 സൈഡിലേക്കും 1/2 ഇഞ്ച് വീതം ചരിച്ചൊന്ന് വരച്ചു കൊടുക്കാം. മുകളിലേക്ക് വരുംതോറും സ്ലോപ്പായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ മടക്കി തയ്ക്കുന്ന സമയത്ത് ആ തയ്യൽ തുമ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗം പുറത്തേക്കായിട്ട് ചരിച്ച് വരച്ചു കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് സൈഡ് ഭാഗമെല്ലാം ഒന്ന് വരച്ചു കൊടുക്കാം. ക്രോച്ചിൻ്റെ ഭാഗത്തുനിന്ന് ആ 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് മടക്കി തയ്ക്കുന്ന ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇത്രയും മാത്രമേ നമ്മളുടെ ഫ്രണ്ട് പാനലിൻ്റെ അളവുകൾ വരുന്നുള്ളൂ. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ അക്കൗണ്ട് കൂടി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ചുരിദാർ മെറ്റീരിയൽസും കുട്ടികളുടെ ഫ്രോക്കിൻ്റെയൊക്കെ കസ്റ്റം ഓർഡർ എടുക്കുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊന്ന് മെസ്സേജ് ചെയ്യണം കേട്ടോ. ഫ്രണ്ട് പാനൽ കട്ട് ചെയ്ത ശേഷം ഇതുപോലെ തന്നെ ബാക്കി വരുന്ന തുണിയുടെ മുകളിലേക്ക് എടുത്തു വയ്ക്കാം. സൈഡ് ഭാഗത്ത് ഒരു 3 ഇഞ്ചോ അല്ലെങ്കിൽ 2.5 ഇഞ്ച് കൂടുതലായിട്ട് കൊടുത്തിട്ട് വേണം ഫ്രണ്ടിലെ പാനൽ എടുത്ത് വയ്ക്കാനായിട്ട്. അതിനുശേഷം മുകൾ ഭാഗത്ത് 1 ഇഞ്ച് കൂടുതലായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഫ്രണ്ട് പാനലിൻ്റെ അതേ ലൈൻ തന്നെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചും കൊടുക്കാം.
ഫ്രണ്ട് പാനലിൻ്റെ ലൈൻസ് വരുന്ന ഭാഗത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇതുപോലെ 1 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് അതുപോലെ ലൈനായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഫ്രണ്ട് പാനലിനേക്കാളും ക്രോച്ച് ലെങ്ത്ത് 1 ഇഞ്ച് കൂടുതലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ കൂടുതലായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്തത്. ഇനി നമുക്ക് 2.5 ഇഞ്ച് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഭാഗം മുകളിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് വരച്ചിട്ട് ഇവിടെ 2.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സെയിം ആയിട്ട് താഴേക്ക് ആ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. ഇതുപോലെ ആ ക്രോച്ച് ലെങ്ത്ത് വരച്ചു കൊടുക്കാം. എന്നിട്ട് അവിടുന്ന് ആ ക്രോച്ചിൻ്റെ പോയിൻ്റ് വരുന്ന ഭാഗത്തുനിന്ന് പുറത്തേക്കായിട്ട് 2.5 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കാം. അവിടെ ഒരു എൽ ഷേപ്പിൽ ഇതുപോലെ ബോക്സ് വരയ്ക്കാം. എന്നിട്ട് അവിടെ 1 ഇഞ്ച് നമുക്ക് കോർണർ ഭാഗത്തൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കർവായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. അങ്ങനെ ക്രോച്ചിൻ്റെ ഭാഗം നമ്മൾ ഷേപ്പ് ചെയ്തു. ഇനി ക്രോച്ച് ലെങ്ത്തിൻ്റെ ഭാഗത്തുനിന്ന് സൈഡ് ഭാഗത്തേക്ക് സ്ലോപ്പായിട്ട് വേണം വരയ്ക്കാനായിട്ട്. സൈഡ് ഭാഗം ഫ്രണ്ട് പാനലിൻ്റെ സെയിം ആയിട്ട് തന്നെ വരും. ക്രോച്ച് ലെങ്ത്ത് വരുന്ന ഭാഗത്ത് മാത്രമേ 1 ഇഞ്ച് കൂടുതൽ വരുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചരിച്ചൊന്ന് വരച്ചു കൊടുക്കണം. ഇതിലൂടെ വേണം കട്ട് ചെയ്യാനായിട്ട്. സൈഡ് ഭാഗമല്ല ഇതുപോലെ തന്നെ നമുക്ക് സെയിം ആയിട്ട് തന്നെ വരും. ഫ്രണ്ടിലെ പാനലിൻ്റെ സൈഡിലെ ഭാഗത്ത് 1/2 ഇഞ്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഒന്ന് ചരിച്ചൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. ഫ്രണ്ട് പാനലിൽ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ടക്സ് കൊടുക്കണം. അപ്പോൾ ഒരു 3.5 ഇഞ്ച് അകത്തായിട്ട് ഇതുപോലെ ഒന്ന് 3.5 ഇഞ്ച് താഴേക്ക് ലൈൻ വരച്ച് ഒന്ന് മാർക്ക് ചെയ്തിടാം. ടക്സ് കൊടുക്കാനായിട്ട് ഫ്രണ്ട് പാനലിൽ ടക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗം എല്ലാം ഒന്ന് വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഈ ഭാഗത്ത് 1.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കാം. കൂടുതലായിട്ട് ഫ്രണ്ട് പാനലിനേക്കാളും 1.5 ഇഞ്ച് കൂടുതലായിട്ട് വേണം കൊടുക്കാനായിട്ട്. മടക്കി തയ്ക്കുന്ന ഭാഗത്ത് 1 ഇഞ്ച് മാത്രം കൊടുത്തിട്ട് അവിടെ ഇതുപോലെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കാം. ഇനി സ്കെയിൽ ഉപയോഗിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ക്രോച്ചിൻ്റെ ഭാഗത്തുനിന്ന് താഴെ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും നമുക്ക് ബാക്ക് പാനലിൻ്റെയും കട്ടിങ് വരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കൂടി ഒന്ന് ഫോളോ ചെയ്യാം. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചുരിദാർ മെറ്റീരിയൽസും അതുപോലെ തന്നെ കുട്ടികളുടെ ഫ്രോക്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ പറയാം. ഷെയർ ചെയ്യണേ. ഇനി നമുക്ക് ഇതിൻ്റെ ബാൻഡിന് വേണ്ടുന്ന മെറ്റീരിയൽ കട്ട് ചെയ്യാം. ബാക്കിൽ എലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡുമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എലാസ്റ്റിക് ആദ്യം കട്ട് ചെയ്തിട്ട് ഇലാസ്റ്റിക്കിൻ്റെ വീതി രണ്ട് മടക്ക് വരുന്ന രീതിയിലും 1/2 ഇഞ്ച് വീതം 2 സൈഡിലും തയ്യൽ തുമ്പ് കിട്ടുന്ന രീതിയിലും വേണം അളന്നെടുക്കാനായിട്ട്. അങ്ങനെ എത്രയാണോ നമുക്ക് ബാക്കിൽ അരവണ്ണം വന്നിരിക്കുന്നത് അതിൻ്റെ അനുസരിച്ച് ലെങ്ത്ത് എടുത്ത ശേഷം ബാൻഡിന് വേണ്ടുന്ന പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 4 ഇഞ്ച് വീതിയിലുള്ള പട്ടയാണ് എടുക്കുന്നത്. പിന്നെ ലെങ്ത്ത് നമുക്ക് എത്രയാണോ ബാക്കിൽ അരവണ്ണം വന്നിരിക്കുന്നത് അതിനനുസരിച്ച് നീളത്തിലെടുക്കാം. അത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ സൈഡിൽ നമ്മൾ നേരത്തെ വരച്ച് വെച്ച ഭാഗം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. ടക്സിൻ്റെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തിടാം. ഇതുപോലെ 2 ഭാഗവും തമ്മിൽ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ക്രോച്ചിൻ്റെ ഭാഗം ബാക്കിലെ പാനലും ഇതുപോലെ സെയിം ആയിട്ട് തന്നെ ആ ഭാഗം തമ്മിൽ ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് തയ്ച്ചെടുക്കണം. ഇനി നമ്മൾ 2 ഫ്രണ്ട് പാനലും ബാക്ക് പാനലും ഇതുപോലെ വെച്ച് നോക്കണം. താഴെ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് സൈഡിൽ 1.5 ഇഞ്ച് വിട്ട ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി നോക്കണം. അപ്പോൾ അവിടെ മുകൾ ഭാഗത്തായിട്ട് 1/2 ഇഞ്ച് കൂടുതൽ കാണാം. ആ ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ആ കർവിൻ്റെ ഭാഗം ഒന്ന്
കട്ട് ചെയ്ത് കളയണം. നമ്മൾ താഴെ ഭാഗം എന്തെങ്കിലും മടക്കി തയ്ക്കുന്ന സമയത്ത് കയറ്റിറക്കം വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ നെക്സ്റ്റ് ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഫ്രോക്സുകളൊക്കെ അതിൻ്റെ അകത്ത് കസ്റ്റമായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ടുള്ള ഫ്രോക്സ് എല്ലാം തയ്ച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ.